സുപ്രഭാതം. ഞാറ്റുവേല പൂക്കൾ എന്ന കവിതയാണ് നമ്മളിപ്പോ എടുക്കുന്നത് അല്ലേ? എവിടെ വരെ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? എടുത്ത വരെ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. എങ്കിലും ഞാൻ എടുക്കുന്നത് ഇനി തുടർന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ തുടർച്ചയായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ മുമ്പത്തെ നന്നായിട്ട് വായിക്കണം. അപ്പൊ ഏതിനെ കുറിച്ചിട്ട് നമ്മൾ ഏത് പാടാണ്? ഞാറ്റുവേലപ്പൂക്കൾ അല്ലെ? അപ്പൊ ഞാറ്റുവേല എന്താണെന്ന് പഠിച്ചു. പി ഭാസ്കരൻ മാസ്റ്ററെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? അപ്പൊ കവിയുടെ നാട്ടിലേക്ക് വിരുന്നു വന്ന ആ പുഷ്പകന്യകമാർ ആരൊക്കെയാണ്? മത്ത, പടവല, കുമ്പളം എന്ന ചെടികളില് വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞ പൂക്കളാണ് കവിയുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള പുഷ്പകന്യകമാര് അല്ലെ? ഇവരെന്തിന്റെ പ്രതീകങ്ങളായിട്ടാ കവി പറയുന്നത്? ഇവരെ കാണുമ്പോൾ കവിയുടെ മനസ്സ് തുടിക്കുകയാണ്, സന്തോഷം വരികയാണ്. എന്തുകൊണ്ടാണ് കവിയുടെ മനസ്സ് സന്തോഷിക്കുന്നത്? ഇവരെ കാണുമ്പോൾ നാളത്തെ പ്രതീക്ഷയാണ്, കർഷകരുടെ ഒക്കെ ഒരു പ്രത്യാശയാണ് അവര് അല്ലെ? വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് നാടാകെ നശിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ കർഷകരുടെ മനസ്സിൽ എന്താ ഉണ്ടാവുന്നത്? ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ് അവരുടെ മനസ്സിൽ. നാളെ നല്ലൊരു നാളെ ഞങ്ങൾക്ക് ഉണ്ടാവും, എല്ലാ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഞങ്ങളുടെ മാറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്ക് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്നത് അല്ലേ? അപ്പൊ അവരെങ്ങനെയുള്ള കർഷകരാണ്? പട്ടിണി പാവങ്ങളായ കർഷകരാണ്. എല്ല് പൊന്തിയ ചെറ്റക്കുടിലിൽ എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും ശോചനീയമായ കുടിലാണ് അവർ താമസിക്കുന്നത്. അവരുടെ ദാരിദ്ര്യത്തെയാണ് കവി വരച്ചു കാട്ടുന്നത്. എല്ല് പൊന്തിയ ചെറ്റക്കുടിലിന് ചെളിപ്പായിൽ ഇല്ലായ്മ കിനാക്കണ്ട് കൃഷിക്കാർ കിടന്നപ്പോൾ. അവരിങ്ങനെ ആ മേടമാസത്തിലെ ചൂട് കൊണ്ട് കർഷകരെല്ലാം ക്ഷീണിച്ച് ഉറങ്ങുക. കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് അല്ലേ? പിന്നെ അവരുടെ പ്രതീക്ഷ എന്താ? ഞാറ്റുവേല സമയം, കൃഷിക്ക് ഏറ്റവും യോജിച്ച സമയമാണ് ഞാറ്റുവേല അല്ലെ? ആ സമയത്ത് കൃഷി ചെയ്ത് അവർക്ക് എന്താ പറയാ, അവർ നട്ട ചെടികളിലെല്ലാം പൂക്കൾ ഉണ്ടാവും. അത് ഒരു കാലം കഴിഞ്ഞ് അത് കായകളാവും. അപ്പൊ ഞങ്ങളുടെ എല്ലാം കഷ്ടപ്പാടും ദാരിദ്ര്യവും മാറും എന്നുള്ളൊരു പ്രതീക്ഷ, സ്വപ്നം കണ്ടിട്ട് നാളത്തെ ആ സമൃദ്ധി സ്വപ്നം കണ്ടിട്ടാണ് കർഷകര് കിടക്കുന്നത്. ആ ചെളിപ്പായയില്, അഴുക്ക് പിടിച്ച ആ പായയില് ആ ഇടിഞ്ഞു വീഴാറായി അവരുടെ അത്രയും ശോചനീയമായ ആ കുടിലിൽ അവര് കിടന്നിട്ടാണ് സ്വപ്നം കാണുന്നത്. ഇല്ലായ്മ കിനാക്കണ്ട കൃഷിക്കാർ കിടന്നപ്പോൾ നാളത്തെ സമൃദ്ധി തൻ നാഗീയ വാഗ്ദാനങ്ങൾ നീളവേ നിശബ്ദമായി ഉദ്ഘോഷിച്ചെത്തി നിങ്ങൾ. ഇവരെ കാണുമ്പോൾ നാളെ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ, നല്ലൊരു നാളെ ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. അത് ഉദ്ഘോഷിച്ചിട്ടാണ്, ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കവിക്ക് തോന്നുന്നത്. അടുത്തത് നോക്കിക്കോളൂ. നിങ്ങളെ ഈ വേളയിൽ കാണുമ്പോൾ ഒളിയറ്റു മങ്ങുന്നു മുല്ലപ്പൂവും റോജയും മന്ദാരവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൂക്കൾക്ക്, മഞ്ഞപ്പൂക്കൾക്ക് കാണാൻ അത്ര ഭംഗിയില്ല, മണവും ഇല്ല, ഒന്നുമില്ല. മത്തനും പടവൻ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? മഞ്ഞ നിറത്തിലും ഒക്കെയുള്ള പൂക്കൾ. ആ പൂക്കളിൽ പ്രത്യേകിച്ചൊരു ആകർഷകത്വമൊന്നുമില്ല, സാധാരണ ഒരു പൂവ് അല്ലെ? മണമില്ല, ഭംഗിയില്ല. നേരെ മറിച്ച് റോസപ്പൂവിനും മുല്ലപ്പൂവിനും ഒക്കെ എന്താണ്? നല്ല ഭംഗിയുണ്ട്, നല്ല സുഗന്ധമുണ്ട് അല്ലെ? എല്ലാവർക്കും ആ പൂക്കളോടാവും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പക്ഷെ കവി പറയുന്നത് എന്താ? ആ പൂക്കളെ നിങ്ങൾക്ക് ഭംഗിയുള്ളൂ, നിങ്ങൾക്കൊരു ഉണ്ണിക്കനീനെ പ്രസവിച്ചെടുക്കാനുള്ള ഭാഗ്യമില്ല, അതിനുള്ള ഇത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല, കഴിവില്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ദൈവം എന്താ തന്നിട്ടുള്ളത്? ഒരു മണം, അത് കൊഴിഞ്ഞു പോവും. ആ പൂവ് അതോടുകൂടി കഴിഞ്ഞു. നേരെ മറിച്ച് ഈ പൂക്കളോ, ഈ മത്തൻ, പടവലം, കുമ്പളം, ആ പൂക്കളിൽ എന്തുണ്ടാവും? ആ പൂവിന്റെ ഉള്ളിൽ നിന്നൊരു ഉണ്ണിക്കനി ഉണ്ടാവും അല്ലെ? ആ കനി ഉണ്ണിക്കനിയെ പ്രസവിച്ചെടുക്കാൻ എന്താ? ഒരു സ്ത്രീ, ഗർഭവതിയായ ഒരു സ്ത്രീയാണ് കവിയോടെ പറയുന്നത്. അപ്പൊ ആ പ്രസവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? ഒരു ഉണ്ണിക്കനീനെ പ്രസവിച്ചെടുക്കാൻ ഈ മത്തൻ, പടവലം, കുമ്പളം എന്ന ചെടികൾക്ക് മാത്രമേ ഉള്ളൂ. റോസപ്പൂവേ, മുല്ലപ്പൂവേ, നിങ്ങൾക്കൊക്കെ എന്താണ്? ആ കഴിവില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പൂക്കളുടെ മുമ്പിൽ നിങ്ങളുടെ ശോഭ എന്താവാണ്? മങ്ങിപ്പോവും നിങ്ങൾ അവരുടെ മുമ്പിൽ. നിങ്ങളെ ഈ വേളയിൽ കാണുമ്പോൾ ഒളിയറ്റ് എന്നുണ്ടെങ്കിൽ ശോഭ അറ്റുപോവാണ് അവരുടെ മുമ്പിൽ നിങ്ങളുടെ. മങ്ങുന്നു മന്ദാരവും, നോക്കിക്കോളൂ. മങ്ങുന്നു മുല്ലപ്പൂവും റോജയും മന്ദാരവും.
അനപത്യതാ ദുഃഖം പേറുമീ മണ്ണിൽ ഉണ്ണിക്കനിയെ ഗർഭം പൂണ്ട് പ്രസവിച്ചെടുക്കുവാൻ. ഈ അനപത്യതാ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളില്ലാത്ത ദുഃഖം എന്നർത്ഥം, സങ്കടം എന്നർത്ഥം. ഈ മേടമാസത്തിൽ ഏപ്രിൽ മാസത്തിലൊക്കെ ഭൂമി ആകെ വറ്റി വരുന്നത്, ഊഷരമായ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ആകെ ഉണങ്ങി വരണ്ടെടുക്കുന്ന ഭൂമിയാണ്. ഒരു പച്ച പുല്ല് പോലും കിളിർക്കില്ല ആ സമയത്ത്, ഇല്ലല്ലോ. ആ ഭൂമി അങ്ങനെ ആ വറ്റി വരണ്ടെടുക്കുന്ന ആ ഭൂമിയിലെ പിന്നെ എന്താ ഉണ്ടാവുന്നത്? ഒരു ഞാറ്റുവേല മഴയുണ്ട് പെയ്യുമ്പോ അവര് മുഴുവൻ എന്തായിരിക്കും? നിറയെ പച്ച പുല്ലുകളായിരിക്കും, അല്ലെ? അപ്പൊ കവി പറയുന്നത് നോക്കൂ. അങ്ങനെ ഒരു അനപത്യതാ ദുഃഖം പേറുന്ന ഈ മണ്ണില് കുട്ടികളില്ലാത്ത ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുല്ല് പോലും കിളിർക്കാത്ത മണ്ണായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി പെട്ടെന്ന് ഞാറ്റുവേല വരുമ്പോ ആ ഭൂമി മുഴുവൻ എന്തായിരിക്കും? നിറയെ പുല്ലുകളെ കൊണ്ട് ഇങ്ങനെ നിറയും, അല്ലെ? അപ്പൊ വർഷക്കാറ്റെടുക്കും ഈ പച്ചയാം പല്ലക്കിങ്കൽ ഹർഷപൂരിതകളായി കിടക്കും പുഷ്പങ്ങളെ എന്ന് പറഞ്ഞ എന്താണ്? വർഷക്കാറ്റെടുക്കും എന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ട് ഭൂമി നിറയെ എന്തായിരിക്കും? പച്ച പുല്ല് കൊണ്ട് ഇങ്ങനെ നിറയും. അപ്പൊ കവി പറയുന്നത് എന്താ? ഇവർക്ക് സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ഈ കായകൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ണിക്കനിയായിട്ടുള്ളൂ, അത് വലുതാവണം. മത്തയും പടവലൊക്കെ വലിയ കായകളാവണം. ആ വലുതായി അവരെ പ്രസവത്തിന്റെ സമയമാകുമ്പോൾ എന്താ? അത് പൂർണ്ണ വളർച്ച എത്തുക. ആ സമയത്തിന് വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു പല്ലക്കാണ്, ഈ പ്രകൃതി ഒരുക്കിയിട്ടുള്ള പല്ലക്കാണ് എന്ത്? ഈ വർഷക്കാറ്റെടുക്കും ഈ പച്ചയാം പല്ലക്കിങ്കൽ ഹർഷപൂരിതകളായി കിടക്കും പുഷ്പങ്ങൾ. നിങ്ങൾ ആ പുല്ലിൽ ഇങ്ങനെ ഹർഷപൂരിതം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ആ മത്തം പടവലം കുമ്പളൊക്കെ ചെടികള് എന്താ? പ്രസവിക്കാനുള്ള സ്ത്രീകൾക്ക് എന്താവും? വലിയ വയറും ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ക്ഷീണം ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ശുശ്രൂഷകളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ബന്ധുക്കളെല്ലാം ചെയ്തു കൊടുക്കും. അതുപോലെ പ്രകൃതി തന്നെ അവരുടെ സുഖപ്രസവത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ആ പച്ച നിറത്തിലുള്ള പുല്ലിലാണ് ഈ എന്താ മത്തൻ പടവലം കുമ്പളൊക്കെ ഇങ്ങനെ സുഖപ്രസവത്തിന് വേണ്ടി ഇങ്ങനെ ആലസ്യത്തോടു കൂടി ഇങ്ങനെ കിടക്കുകയാണ്. അവരുടെ പ്രസവം കാത്തു കിടക്കുകയാണ് അവര്. ഹർഷപൂരിതകളായിട്ടാണ് കിടക്കുന്നത്. ഹർഷപൂരിതകളായെന്ന് പറഞ്ഞാൽ എന്താ? വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവര് കിടക്കുന്നത്. അപ്പൊ ഇതുവരെ ഞാനിന്ന് എടുക്കുന്നുള്ളൂ. കുറച്ച് 4 വരിയും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇതുവരെ എടുത്ത ഭാഗം നന്നായി വായിച്ചു നോക്കണം. ഡൗട്ട് ക്ലിയർ സെഷനിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ, അപ്പൊ ഞാൻ ക്ലിയർ ആക്കി തരാം. പിന്നെ നോട്ട്സ് എല്ലാവരും ഭംഗിയിൽ എഴുതിയെടുക്കണം. ടെസ്റ്റ് പേപ്പർ എഴുതാനും ശ്രമിക്കാം. നന്ദി, നമസ്കാരം.